നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത് ദുരന്തബാധിതരുടെ കരട് ലിസ്റ്റ് മാത്രം. ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടവരെ ഉൾപ്പെടുത്തുമെന്നും തള്ളിക്കളയേണ്ടവരെ തള്ളുമെന്നും മന്ത്രി. കോട്ടായിൽ ഗുണ്ടാശൈലിയിൽ വീടുകയറി ആക്രമണം നടത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 10ഓളം പേർക്കായി തിരച്ചിൽ. അക്രമികൾ സഞ്ചരിച്ച വാഹനവും വാഹന ഉടമയെയും കോട്ടായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കർഷക ജനവിരുദ്ധ നിർദ്ദേശങ്ങളടങ്ങിയ നിർദ്ദിഷ്ട വന നിയമ ഭേദഗതി ബിൽ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ. ബില്ലിന് രൂപം നൽകേണ്ടത് സമഗ്ര ചർച്ചയ്ക്ക് ശേഷം. വന നിയമ ഭേദഗതി ബില്ലിനെതിരെ ഒലവക്കോട് വനം വകുപ്പ് ഡിവിഷണൽ ഓഫീസിലേക്ക് കേരള കോൺഗ്രസ് മാറും. ബാങ്കുകളിലെ ദിവസവേതനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന് ബാങ്ക് ടെമ്പററി എംപ്ലോയീസ് ഫെഡറേഷൻ. പാലക്കാട്ട് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം. വനിതാ ജീവനക്കാരോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നും സമ്മേളനത്തിൽ പ്രമേയം. പഴയന്നൂരിൽ ഹോട്ടലിൽ വൻ തീപിടുത്തം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാധന സാമഗ്രികൾ കത്തിനശിച്ചു. കുന്നംകുളത്തും ഹോട്ടലിൽ അഗ്നിബാധ. ഹോട്ടലിന് മുകളിലെ ഷീറ്റ് തകർന്നു. ആളപായമില്ല. ആനക്കരയിൽ കൃഷിക്ക് ഭീഷണിയായി കാട്ടുപന്നികളുടെ വിളയാട്ടം. ഏക്കർ കണക്കിന് നെൽകൃഷി പന്നികൾ നശിപ്പിച്ചതായി കർഷകർ. കൃഷിവകുപ്പും ഗ്രാമപഞ്ചായത്തും ഒരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ പലരും കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങും. ആലത്തൂർ താലൂക്ക് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ 294 പരാതികൾ തീർപ്പാക്കി. ആകെ ലഭിച്ചത് 891 പരാതികൾ. 159 പരാതികൾ അദാലത്തിൽ പരിഗണിക്കേണ്ടതല്ലാത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ദുരന്തബാധിതരുടെ കരട് ലിസ്റ്റ് മാത്രമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടവരെ ഇനിയും ഉൾപ്പെടുത്തുമെന്നും തള്ളിക്കളയേണ്ടവരെ തള്ളുമെന്നും ഒരാശങ്കയും ഇക്കാര്യത്തിൽ വേണ്ടെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് അനാവശ്യ വിവാദങ്ങളാണെന്ന് മന്ത്രി കെ രാജൻ ചൂണ്ടിക്കാട്ടി. കരട് ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. 2 ഫേസുകളായാണ് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചത്. 1ാം ഫേസ് ഇന്നലെ പുറത്തിറക്കി. ലിസ്റ്റുകൾ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉണ്ടാകാം. അത് തിരുത്തുന്നതിന് 15 ദിവസം ഇനിയും ബാക്കിയുണ്ട്. എല്ലാ പഞ്ചായത്തിലും കളക്ടറേറ്റിലും ഇത് തിരുത്തുന്നത് സംബന്ധിച്ച് പരാതി നൽകാം. 2ാം ഫേസ് ലിസ്റ്റും കരട് രൂപത്തിലാണ് ആദ്യം പ്രസിദ്ധീകരിക്കുക. ഉൾക്കൊള്ളേണ്ടവരെ ഉൾക്കൊള്ളും, തള്ളിക്കളയേണ്ടവരെ തള്ളിക്കളയുമെന്നും ഒരാശങ്കയും ഇക്കാര്യത്തിൽ വേണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഒരാശങ്കയും ഉണ്ടാകേണ്ട കാര്യമില്ല. നിലവിലുള്ള ലിസ്റ്റിൽ പെടാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇരട്ടിപ്പുണ്ടായ സംഭവങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ പുതിയതായി ഉൾക്കൊള്ളേണ്ട ആളുകളുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയതാണ്. DDMA യോഗം അംഗീകരിച്ചതാണ്. അതിലുള്ള കുറവുകളാണല്ലോ ഈ ദിവസം പരിശോധിക്കുക. അത് പൂർണ്ണമായി പരിഹരിക്കും. അവസാനത്തെ ലിസ്റ്റ് വരുമ്പോൾ കരടെന്ന പേര് മാറി തെളിമയോടെ ലിസ്റ്റ് വരും. അതാണ് ഫൈനൽ ലിസ്റ്റ്. ഫൈനൽ ലിസ്റ്റ് വരെ അനാവശ്യ വിവാദങ്ങൾ ഉൾപ്പെടുത്തി ആളുകളെ ഭീതിയിലേക്ക് കയറ്റേണ്ട കാര്യമില്ല. പൂർണ്ണമായി വീട് തകർന്ന 10, 11, 12 വാർഡുകളിലെ ആളുകൾക്കാണ് ഇത് നൽകിയിട്ടുള്ളത്. 2ാമത്തെ ലിസ്റ്റിൽ ഇനി അങ്ങോട്ട് പോകാൻ പറ്റാത്ത മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഗുണ്ടാശൈലിയിൽ കഴിഞ്ഞ ദിവസം വീട് കയറി ആക്രമണം നടത്തിയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കോട്ടായി കീഴത്തൂർ കരിയാട്ടുപറമ്പ് മൻസൂറിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾ അടിച്ചു തകർത്ത കേസിലെ പ്രതികൾക്കായാണ് അന്വേഷണം. കൊടുന്തിരപ്പള്ളി സ്വദേശി സാഗർ, മൻസൂറിന്റെ സുഹൃത്തും അയൽവാസിയുമായ ആരിഫ്, കല്ലേക്കാട് സ്വദേശി സിറാജ് എന്നിവർ ഉൾപ്പെടെ 10ഓളം പ്രതികൾക്കായാണ് തെരച്ചിൽ നടത്തുന്നത്. ആക്രമി സംഘം സഞ്ചരിച്ച വാഹനവും വാഹന ഉടമ എടത്തറ 5ാം മൈൽ സ്വദേശി ഇക്ബാലിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആലത്തൂർ DYSP കെ അശോകന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പിരിയാരി, മേപ്പറമ്പ് പ്രദേശത്തുള്ളവരാണ് ആക്രമണ സംഘത്തിലെന്ന് മൻസൂർ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കർഷക ജനവിരുദ്ധ നിർദ്ദേശങ്ങളടങ്ങിയ നിർദ്ദിഷ്ട വന നിയമ ഭേദഗതി ബിൽ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ. വന നിയമ ഭേദഗതി ബില്ലിനെതിരെ കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഒലവക്കോട് വനം വകുപ്പ് ഡിവിഷണൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു തോമസ് ഉണ്ണിയാടൻ. ആകമാനം പ്രശ്നങ്ങളിലേക്ക് പോകുന്ന നിലയിലുള്ള ഒരു ഭേദഗതിയാണ്. കഴിഞ്ഞ നവംബർ മാസം 1-ാം തീയതി നമ്മുടെ ഗസറ്റിലൂടെയാണ് വന നിയമത്തിൻ്റെ ഭേദഗതിയുടെ കണ്ടുപിടിക്കാനും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് വന്ന നാൾ മുതൽ ആ കണ്ടുപിടിക്കാനും വലിയ വിവാദത്തിലായിരിക്കും. വിവാദത്തിലാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
ഇത് ജനദ്രോഹപരമാണ്, കർഷകദ്രോഹപരമാണ്, സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. സമഗ്ര ചർച്ചയ്ക്ക് ശേഷമേ ബില്ലിന് രൂപം കൊടുക്കാവൂ എന്നും തോമസ് ഉണ്ണിയാടൻ ആവശ്യപ്പെട്ടു. വന്യമൃഗശല്യം, പരിസ്ഥിതിലോല മേഖല തുടങ്ങി പല പ്രശ്നങ്ങളാൽ ജനം കഷ്ടപ്പെടുന്നതിന് പുറമെയാണ് പുതിയ നിബന്ധനകൾ സർക്കാർ അടിച്ചേൽപ്പിക്കുന്നത്. നിർദ്ദിഷ്ട ബിൽ കാടൻ നിയമമാണെന്നും മിനുക്കുപണി കൊണ്ട് ഇത് പൂർണ്ണതയിലെത്തില്ലെന്നും തോമസ് ഉണ്ണിയാടൻ ചൂണ്ടിക്കാട്ടി. ജില്ലാ പ്രസിഡന്റ് ജോബി ജോൺ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി കെ ശിവരാജേഷ്, നേതാക്കളായ തോമസ് ജേക്കബ്, MV രാമചന്ദ്രൻ നായർ, TK വത്സലൻ, PK മാധവ് വാര്യർ, VM ബെന്നി, NP ചാക്കോ, ജോസ് പീറ്റർ, S സുന്ദർരാജ്, NV സാബു, ബേബി മുല്ലമംഗലം, ഉമ്മർ മണ്ണാർക്കാട്, രവീന്ദ്രനാഥ് പട്ടാമ്പി, അബ്ദുൽ വഹാബ്, ജോണി മുട്ടം, മണികണ്ഠൻ എലവഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പഴയന്നൂരിൽ ഹോട്ടലിൽ വൻ തീപിടുത്തം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാധന സാമഗ്രികൾ കത്തിനശിച്ചു. ആളപായമില്ല. ഞായറാഴ്ച രാവിലെ അടുക്കളയിൽ പാചകം ചെയ്യുന്നതിനിടയിലാണ് തീ ആളിപ്പടർന്നത്. ഹോട്ടലിലെ ജീവനക്കാർ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ആളിപ്പടരുകയായിരുന്നു. ആലത്തൂരിൽ നിന്നുള്ള അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പഴയന്നൂർ പോലീസും സ്ഥലത്തെത്തി ഏറെ പരിശ്രമത്തോടെയാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുന്നംകുളത്ത് ഹോട്ടലിൽ അഗ്നിബാധ. ഹോട്ടലിന് മുകളിലെ ഷീറ്റ് തീപിടുത്തത്തിൽ തകർന്നു. അഗ്നിരക്ഷാ സേനയെത്തിയാണ് തീയണച്ചത്. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ ഫുഡ് കോർണർ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. ഹോട്ടലിലെ അടുക്കളയിൽ സ്ഥാപിച്ച സിലിണ്ടറിൽ നിന്ന് തീ ആളിപ്പടരുകയായിരുന്നു. ജീവനക്കാർ ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായി. ഇതോടെ കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. അഗ്നിരക്ഷാസേന സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡിക്സൺ മാത്യു, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രഞ്ജിത്ത്, ഗോഡ്സൺ, അമൽ, സനിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തിയാണ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീയണച്ചത്. സ്ഥാപനത്തിന് മുകളിലുണ്ടായിരുന്ന ആസ്ബറ്റോസ് തീപിടുത്തത്തിൽ തകർന്നു. ആളപായമില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആലത്തൂർ താലൂക്ക് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ ലഭിച്ചത് 891 പരാതികൾ. ലഭിച്ച പരാതികളിൽ 294 എണ്ണം ഇതിനകം പരിഹരിച്ചതായി മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, MB രാജേഷ് എന്നിവർ അറിയിച്ചു. മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, MB രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ആലത്തൂർ ഹോളി ഫാമിലി കോൺവെന്റ് സ്കൂളിലാണ് ആലത്തൂർ താലൂക്ക് തല അദാലത്ത് സംഘടിപ്പിച്ചത്. അദാലത്തിൽ ആകെ ലഭിച്ചത് 891 പരാതികളാണെന്ന് മന്ത്രിമാർ അറിയിച്ചു. ഇതിൽ 454 പരാതികൾ അദാലത്തിലേക്കായി നേരത്തെ ഓൺലൈനായും താലൂക്ക് ഓഫീസ്, അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവ വഴിയും ലഭിച്ചതാണ്. 437 പരാതികളാണ് അദാലത്ത് നടന്ന ഹോളി ഫാമിലി സ്കൂളിൽ സജ്ജീകരിച്ച വിവിധ കൗണ്ടറുകളിലായി ലഭിച്ചത്. തത്സമയം ലഭിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി ജില്ലാ കളക്ടർ മുഖേന ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് കൈമാറും. ഉദ്യോഗസ്ഥ തലത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത പരാതികൾ സർക്കാരിന് കൈമാറും. ലഭിച്ച പരാതികളിൽ 294 എണ്ണം ഇതിനകം പരിഹരിച്ചു. 159 പരാതികൾ അദാലത്തിൽ പരിഗണിക്കേണ്ടതല്ലാത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ പരാതികൾ നേരിട്ട് അതത് വകുപ്പുകളിലേക്ക് കൈമാറുമെന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ബാങ്കുകളിലെ ദിവസവേതനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നും വേതനം വർദ്ധിപ്പിക്കണമെന്നും ബാങ്ക് ടെമ്പററി എംപ്ലോയീസ് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കോങ്ങാട് MLA അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധങ്ങളായ പദ്ധതിയിലൂടെ മറ്റേത് ബാങ്കിംഗ് സംവിധാനത്തിനും മുന്നിലാണ് കേരള ബാങ്കെന്ന് കെ ശാന്തകുമാരി പറഞ്ഞു. വിവിധ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ തന്നെ കൃത്യനിർവഹണത്തിൽ ഏർപ്പെടുന്ന ജീവനക്കാരെ അംഗീകരിക്കാനും സംരക്ഷിക്കാനും തയ്യാറാകണം. സമൂഹത്തിലെ ഏറ്റവും പ്രധാനമായ സംഘടനാ സംവിധാനങ്ങളോടൊപ്പം തന്നെ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് വിഷയങ്ങൾ ഞാനും നിങ്ങളും അറിയാതെ തന്നെ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളടക്കം ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ ചർച്ചയ്ക്ക് വരാറുണ്ട്. രാഷ്ട്രീയമായും സാമൂഹ്യമായും അതിലപ്പുറത്ത് സംഘടനാപരമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ സാമ്പത്തികമായും നമ്മുടെ നിലനിൽപ്പിന് വരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് പൊതുവെ ചർച്ചയുടെ ഭാഗമായി വരുന്നത്. ജില്ലാ പ്രസിഡന്റ് CL പാർവതി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV ജോർജ്, ബെഫി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സജി വർഗീസ്, ജില്ലാ സെക്രട്ടറി A രാമദാസ്, ജില്ലാ പ്രസിഡന്റ് KC പ്രവീൺ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി VP ഷീന, BTEF ജില്ലാ സെക്രട്ടറി P ബാലൻ, V പ്രേമകുമാരി, ശ്രുതി എന്നിവർ സംസാരിച്ചു. വനിതാ ജീവനക്കാരോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്ന പ്രമേയവും സമ്മേളനം അംഗീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ആനക്കരയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. ഏക്കർ കണക്കിന് സ്ഥലത്തെ കതിരിട്ട നെൽച്ചെടികൾ പന്നികൾ നശിപ്പിച്ചു. കാട്ടുപന്നികൾ ജനങ്ങളെ ആക്രമിക്കുന്ന അവസ്ഥയുമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ആനക്കര തെങ്ങിലവളപ്പിൽ റഷീദിന്റെ വയലിലെ കതിരിടാറായ നെൽച്ചെടികൾ ഉൾപ്പെടെ പാടശേഖരത്തിലെ ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. കൃഷി സംരക്ഷിക്കാൻ കെട്ടിയ വലയുൾപ്പെടെ തകർത്താണ് പന്നികൾ കൃഷിനാശം വരുത്തിയത്. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഒരാളെ പന്നി ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. ഇയാൾ ഓടി രക്ഷപ്പെടുകയാണുണ്ടായത്. 2 വർഷമായി പന്നിശല്യം മൂലം ആനക്കര, മേപ്പാടം, നയ്യൂർ, പന്നിയൂർ മേഖലയിലുള്ള പാടശേഖരങ്ങളിൽ കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് കർഷകർ പറയുന്നു. വർഷത്തോറും പന്നികളുടെ എണ്ണം പെരുകുകയാണ്. ആനക്കര പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് കർഷകർക്ക് പരാതിയുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത്. കൃഷിവകുപ്പിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഒരുവിധ സഹായവും ലഭിക്കുന്നില്ല. പന്നിശല്യം മൂലം പല കർഷകരും ഇത്തവണ കൃഷി ഇറക്കിയിട്ടില്ല. നെൽകൃഷിക്ക് മാത്രമല്ല, പച്ചക്കറികൾക്കും മറ്റ് കിഴങ്ങുവർഗ്ഗങ്ങൾക്കുമെല്ലാം ഭീഷണിയാണ് കാട്ടുപന്നികൾ. എത്രയും പെട്ടെന്ന് കാട്ടുപന്നികളുടെ ശല്യം അവസാനിപ്പിച്ച് കൃഷി സംരക്ഷിക്കാൻ നടപടിയുണ്ടാകണമെന്ന് പ്രദേശത്തെ കർഷകർ ആവശ്യപ്പെട്ടു. പക്ഷെ ഇപ്രാവശ്യം അതിൽ കൂടുതലാണ് കാണുന്നത്. ഇതിനിപ്പോൾ എന്തെങ്കിലും ഒരു അറുതി വന്നിട്ടില്ലെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചില ആൾക്ക് ശല്യം, കൃഷിക്ക് ശല്യം, അതൊക്കെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അധികൃതർ എന്താണ് വേണ്ടൊരു നടപടികളൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ വിഷമത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ മാത്രമല്ല, അവിടെ അപ്പുറത്തുള്ള കാണുന്ന എല്ലായിടത്തും ഇവരിറങ്ങുന്നുണ്ട്. രാത്രി പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലാണ് പിന്നെ കാര്യങ്ങൾ കാണുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ നഗരസഭ അംഗൻവാടി ഭിന്നശേഷി വയോജന കലോത്സവത്തിന്റെ വിളംബര ജാഥ നടത്തി. നഗരസഭാ പരിസരത്ത് നിന്ന് ആരംഭിച്ച വിളംബര ജാഥ ഷൊർണൂർ ടൗണിൽ സമാപിച്ചു. അംഗൻവാടി കലോത്സവത്തിന് രാവിലെ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ തുടക്കമായി. വിളംബര ജാഥയിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു, CDS ചെയർപേഴ്സൺ VC സിന്ധു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ നഗരസഭ അംഗൻവാടി കലോത്സവത്തിന് തുടക്കമായി. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ 2010 മുമ്പാണ് നമ്മുടെ നഗരസഭയിൽ ഇതുപോലെ കലോത്സവം, അംഗനവാടി കലോത്സവം നടന്നിട്ടുണ്ട്. 2010 ശേഷം നമുക്ക് അത്തരത്തിലൊരു കലോത്സവം സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അംഗനവാടി ടീച്ചർമാരുടെയും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെയും എല്ലാം അഭ്യർത്ഥന കൂടി മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരമൊരു പ്രോജക്റ്റ് വെച്ചത്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ പ്രത്യുഷ കാനാത്ത് സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, KM ലക്ഷ്മണൻ, P ജിഷ, കൗൺസിലർമാരായ KM ലത, CK സൗമ്യ, രാജലക്ഷ്മി, ICDS വർക്കർ രാധാമണി, V പ്രസീത എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ ആരംഭിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഞാങ്ങാട്ടിരി UP സ്കൂളിലെ ലൈബ്രറി നവീകരിച്ചു. വിരമിച്ച അധ്യാപകരുടെ നേതൃത്വത്തിലാണ് സ്കൂൾ ലൈബ്രറി ആകർഷകമായി നവീകരിച്ചത്. പ്രശസ്ത സാഹിത്യ നിരൂപകൻ KC നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ലൈബ്രറിയിൽ മികച്ച റീഡിംഗ് റൂം ഉൾപ്പെടെ സജ്ജീകരിച്ച്
കൂടുതൽ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തി ആകർഷകമായ രീതിയിൽ നവീകരിച്ചത്. വിദ്യാലയത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് വിരമിച്ച അധ്യാപികമാരായ തങ്കമ്മ ടീച്ചർ, ഇന്ദിര ടീച്ചർ, ശകുന്തള ടീച്ചർ, ഉമാദേവി ടീച്ചർ, സാവിത്രി ടീച്ചർ, ലീല ടീച്ചർ, സതി ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ലൈബ്രറി നവീകരിച്ചത്. നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് KC നാരായണൻ നിർവഹിച്ചു. ഈ പുസ്തകങ്ങളുടെ ലൈബ്രറി ഇങ്ങനെ അവിടെ ഒരുക്കി വെച്ചാൽ നമ്മുടെ ചുമതല തീർന്നോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ ആ ലൈബ്രറിയെ ചുറ്റിപ്പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ കേന്ദ്രമാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും എന്നുള്ളതിലാണ് ആ ലൈബ്രറിയുടെ വിജയം ഇരിക്കുന്നത്. PTA പ്രസിഡന്റ് CV സുധീർ കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ P അനിൽകുമാർ മാസ്റ്റർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി TK വാണി നന്ദിയും പറഞ്ഞു. മുൻ അധ്യാപികമാരെ ചടങ്ങിൽ ആദരിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A കൃഷ്ണകുമാർ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. SSK തൃത്താല പ്രോഗ്രാം കോർഡിനേറ്റർ P ദേവരാജ്, PTA വൈസ് പ്രസിഡന്റ് CP മുസ്തഫ, എക്സിക്യൂട്ടീവ് അംഗം K മനോജ്, റഷീദ്, മുൻ പ്രധാനാധ്യാപകൻ K ചന്ദ്രൻ, TK സുകുമാരൻ, ബിന്ദു, T സതി, ഉമാദേവി, ഗീത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കുളപ്പുള്ളിയിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കറിന്റെ അധ്യക്ഷതയിലായിരുന്നു കൂട്ടായ്മ. അംബേദ്കറെ അവഹേളിച്ച അമിത്ഷായുടെ നടപടി മാപ്പർഹിക്കാത്തതാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുളപ്പുള്ളി ടൗണിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികളായ TH ഫിറോസ് ബാബു, K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, നേതാക്കളായ OM ഗോപികൃഷ്ണൻ, PM മുരളീധരൻ, P ശിവദാസ്, ലീല, രവി അമ്മാത്ത്, ഹരി, ശശിധരൻ, രാധാകൃഷ്ണൻ കുരുട്ടിക്കുന്ന്, സുജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലൈംഗിക അതിക്രമ പരാതിയിൽ തൃശൂരിലെ കോൺഗ്രസ് നേതാവിനെതിരെ കേസ്. DCC ജനറൽ സെക്രട്ടറി TK പൊറിഞ്ചുവിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രി പ്രസിഡന്റ് കൂടിയാണ് DCC ജനറൽ സെക്രട്ടറി TK പൊറിഞ്ചു. ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്ന യുവതി നൽകിയ പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസാണ് പൊറിഞ്ചുവിനെതിരെ കേസെടുത്തത്. 2022 ജനുവരിയിലും 2023 ജനുവരിയിലുമായിരുന്നു അതിക്രമങ്ങൾ നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലക്കിടി 2 NSS കരയോഗം സിൽവർ ജൂബിലി ആഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഈശ്വര പ്രാർത്ഥന ചെയ്തില്ല. നല്ല പ്രാർത്ഥന ചെയ്തു. ഇവിടെ എനിക്ക് ചെറിയൊരു അഭിപ്രായം തോന്നി, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അത് നാരായണീയത്തിലെയോ ഭഗവത്ഗീതയിലെയോ 4 വരിയായിരുന്നെങ്കിൽ ഒന്നാലോചിച്ച് നോക്കൂ. അങ്ങനെ 4 വരി ചൊല്ലിയിരുന്നെങ്കിൽ ഒരു സ്വന്തമായി മാത്രം നല്ല പ്രാർത്ഥനയാണ് ചെല്ലിയല്ല, ദൈവങ്ങളെ ആരാധിക്കുന്ന രീതിയിലുള്ള തന്നെയായിരുന്നു. ഇവിടെ നമുക്ക് അങ്ങനെ ഒന്ന് ചെറുതായി ഒന്ന് മാറ്റിയാൽ നന്നാവുന്ന എനിക്കൊരു അഭിപ്രായം. നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കി. P വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. KS മോഹനകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ KJ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് യൂണിയൻ സെക്രട്ടറി KB ജയചന്ദ്രൻ ടെലിഫോൺ ഡയറക്ടറി പ്രകാശനം ചെയ്തു. ഗായത്രി രാജേഷ് ആചാര്യ അനുസ്മരണം നടത്തി. പുഷ്പലത ടീച്ചർ, R സേതുമാധവൻ മാസ്റ്റർ, ഷിബിൻ VR എന്നിവർ സംസാരിച്ചു. P പ്രദീപ് സ്വാഗതവും മഞ്ജു രാജേഷ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ മുൻ കരയോഗം ഭാരവാഹികളെയും സപ്തതി പൂർത്തിയാക്കിയവരെയും കലാവിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ചവരെയും മുൻ സൈനികരെയും ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റ് 25ാം വാർഷിക സമ്മേളനം കുളപ്പുള്ളിയിൽ നടന്നു. അസോസിയേഷൻ പാലക്കാട് ജില്ലാ ട്രഷറർ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റ് 25ാം വാർഷിക സമ്മേളനം ചേർന്നത്. ജില്ലാ ട്രഷറർ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KA സുനീത അധ്യക്ഷത വഹിച്ചു.
ഗോകുൽദാസ് സ്വാഗതവും ഉഷാകുമാരി നന്ദിയും പറഞ്ഞു. ഏരിയ സെക്രട്ടറി പി ശ്രീധരൻ സംഘടനാ ക്ലാസ് എടുത്തു. സെക്രട്ടറി ടി വിലാസിനി റിപ്പോർട്ടും വിജയലക്ഷ്മി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പ്രീത, പുഷ്പ എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. 40 വർഷക്കാലം സംഘടനയ്ക്കായി പ്രവർത്തിച്ച 9 മുതിർന്ന തയ്യൽ തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CH കലാമേള സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം BM അൻവർ സാദിഖ് കലാമേള ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ കായിക രംഗത്ത് ഫുട്ബോളിലായാലും ക്രിക്കറ്റിലായാലും ബാഡ്മിന്റണിലായാലും വോളിബോളിലായാലും ഏത് മേഖലയിലും കഴിവ് തെളിയിക്കുന്ന കുട്ടികളെ നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കും. അതിനെല്ലാം തടസ്സം മണ്ണൂർ പഞ്ചായത്തിൽ ഒരു ഗ്രൗണ്ടില്ല എന്നുള്ളതാണ്. ആ ഗ്രൗണ്ടിന് വേണ്ടി നമ്മൾ MLA-യോടും അതോടൊപ്പം തന്നെ അധികാരി വർഗങ്ങളോട് നിരന്തരമായി ആവശ്യപ്പെടുകയും. KM അബ്ദുൽ ഹക്കീം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം PU റജുല, റുബീന അൻവർ സാദിഖ്, PM സുലൈമാൻ, ഷഫീർ SP, S സൈഫുദ്ദീൻ, മുസദ്ദിഖ് OB, ഫാസിൽ, മാധ്യമപ്രവർത്തകൻ KP മൊയ്തീൻകുട്ടി എന്നിവർ സംസാരിച്ചു. KP മുനീർ സ്വാഗതവും PM സാദിഖ് അലി നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ KP മൊയ്തീൻകുട്ടിയെ പൊന്നാടയിട്ട് ആദരിച്ചു. 100ഓളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. വിജയികൾക്ക് സമ്മാനദാനവും നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ഗണേഷ് ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന് നെടുങ്ങോട്ടൂരിൽ തുടക്കം. നെടുങ്ങോട്ടൂർ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ആരംഭിച്ച സഹവാസ ക്യാമ്പ് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പുതിയ ആധുനിക യുഗത്തിലേക്ക് വളരെ പെട്ടെന്ന് സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനിവാര്യമായും ഉൾക്കൊണ്ടേ മതിയാവും. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ ടീച്ചർമാര് വിദ്യാർത്ഥികളെ പറയുമ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് നിങ്ങൾ പറയാനുണ്ടാവും. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ പ്രിൻസി തോമസ് സ്വാഗതം പറഞ്ഞു. കൗൺസിലർ ഷൊർണൂർ വിജയൻ, PTA പ്രസിഡന്റ് മനോജ്, ഹയർ സെക്കൻഡറി സീനിയർ അസിസ്റ്റന്റ് സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ അസൻ ബാനു നന്ദി പറഞ്ഞു. നേരത്തെ NSS പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. കുട്ടികൾ വിളംബര ജാഥ നടത്തി. സപ്തദിന ക്യാമ്പിൽ 50-ലധികം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. വിപുലമായ പ്രവർത്തനങ്ങളാണ് ക്യാമ്പിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. 26-ന് ക്യാമ്പ് സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്തിരിപ്പാല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS സപ്തദിന സഹവാസ ക്യാമ്പ് മങ്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങളെല്ലാവരും നല്ല കുട്ടികളായി, നല്ല അച്ചടക്കമുള്ള കുട്ടികളായിട്ട് നമ്മുടെ ഈ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം മാറ്റാം. അപ്പോൾ നമ്മൾ ഓരോ ആളുകളും, നിങ്ങളിരിക്കുന്ന ഓരോ കുട്ടികളും, നമ്മൾ കോവിഡ് ആണെങ്കിലും പ്രളയമാണെങ്കിലും എല്ലാ പ്രവർത്തനങ്ങളെയും നേരിട്ടുകൊണ്ടാണ് നമ്മൾ ഓരോ ആളുകളും നയിക്കുന്നത്. അപ്പോൾ എന്തായാലും പുതിയ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അത് നേരിടുന്നതിനും അതെങ്ങനെ നമ്മൾ തരണം ചെയ്ത് പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ചും എല്ലാം തന്നെയാണ് നമ്മുടെ ഈ NSSന്റെ ഭാഗത്ത് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി കേട്ടുകൊണ്ട് നിങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളോട്, ഇപ്പോൾ നിങ്ങൾ നമ്മുടെ NSSന്റെ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ VHSന്റെ ഇനിയും കുട്ടികളുണ്ട്. അപ്പോൾ ചുരുങ്ങിയ കുട്ടികൾ മാത്രമാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. NSSന്റെ ഉജ്ജ്വലം എന്ന് നാമകരണം ചെയ്ത സപ്തദിന സഹവാസ ക്യാമ്പിന്റെ പൊതുചടങ്ങിൽ മങ്കര പഞ്ചായത്ത് അംഗം KL ചന്ദ്രിക അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ സിന്ധു പദ്ധതി വിശദീകരിച്ചു. മണ്ണൂർ പഞ്ചായത്ത് അംഗം AA ഷിഹാബ്, SMC ചെയർമാൻ സന്തോഷ്, PTA പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ, MTA പ്രസിഡന്റ് സീനത്ത്, പ്രിൻസിപ്പൽ ഗിരിജ, രാവുണ്ണി, മങ്കര ഹൈസ്കൂൾ HM അനിത, കോർഡിനേറ്റർ സന്ദീപ് എന്നിവർ സംസാരിച്ചു. VHSC പ്രിൻസിപ്പൽ CV പ്രസീത സ്വാഗതവും വളണ്ടിയർ ലീഡർ T അജീഷ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നടുവട്ടം ജനത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് യുവത ചെമ്പ്ര AMLP സ്കൂളിൽ തുടങ്ങി. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KKA അസീസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ജീവിതത്തിൽ ഇനി ഇത്രയും നീണ്ട ദിവസത്തേക്കൊരു അവസരം നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതുപോലെ കൂടുതൽ ആളുകളുള്ള ഒരു ഗ്രൂപ്പിൽ കൂടെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ അഭ്യസിക്കാൻ പോകുന്ന സമയത്ത് കുറഞ്ഞ നമ്മൾ റൂംമേറ്റ്സിന്റെ കൂടെയൊക്കെ അവസരങ്ങൾ കിട്ടാം.
നമ്മൾ ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കാം. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഒന്നിച്ചു നിന്ന ഒരു ടീമിൻ്റെ കൂടെ 7 ദിവസം എന്ന് പറയുന്നത് ജീവിതത്തിലെ അത്യപൂർവമായ അവസരമാണ് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം MP സതീദേവി അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അംഗം അസീന, നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് VTA കരീം, സ്വാഗത സംഘം ചെയർമാൻ TP നാസറുദ്ദീൻ, TP സൈനുദ്ദീൻ, KP ഖാലിദ്, K ഫാത്തിമ, CV രാധിക, സക്കീർ കൈപ്പുറം, K ശ്രീകാന്ത് എന്നിവർ പ്രസംഗിച്ചു. പ്രിൻസിപ്പൽ S ജൂഡ് ലൂയിസ് സ്വാഗതവും ക്യാമ്പ് ലീഡർ അനാമിക നന്ദിയും പറഞ്ഞു. തുടർന്ന് ഭാഷയും താളവും എന്ന പരിപാടിയെ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. സഹവാസ ക്യാമ്പിന് തുടക്കം കുറിച്ച് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിളംബര ജാഥയുണ്ടായി. സുസ്ഥിര വികസനത്തിനായി NSS യുവത എന്നതാണ് ഈ വർഷത്തെ ക്യാമ്പിന്റെ മുഖ്യ ആശയം. ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സ്പെഷ്യൽ ക്യാമ്പ് ചെമ്പ്ര AMLP സ്കൂളിൽ വെച്ച് ഇന്ന് ആരംഭിക്കുകയാണ്. സുസ്ഥിര വികസനത്തിനായി NSS യുവത എന്നതാണ് 2024 സ്പെഷ്യൽ ക്യാമ്പിന്റെ മുദ്രാവാക്യം. ഇതിനോടനുബന്ധിച്ച് സുഹൃത കേരളം സൃഷ്ടിപരതയിലൂടെ മൂല്യനിർമ്മാണം, സ്നേഹ സന്ദർശനം, ഡിജിറ്റൽ ലിറ്ററസി, സത്യമേവ ജയതേ, കൂട്ടുകൂടി നടക്കാം എന്നീ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. തുടർന്ന് 25-ാം തീയതി ക്രിസ്മസ് ദിനാഘോഷത്തോടനുബന്ധിച്ച് അവധിയായിരിക്കും. ശേഷം 26-ാം തീയതി സമാപന സമ്മേളനത്തോടു കൂടിയാണ് ക്യാമ്പ് അവസാനിക്കുക. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ലഹരിക്കടിമപ്പെട്ടും കുറ്റകൃത്യങ്ങളിലൂടെയും വഴിതെറ്റുന്ന യുവതലമുറയെ ശരിയായ ദിശയിൽ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓങ്ങല്ലൂരിൽ ഫുട്ബോൾ പ്രീമിയർ ലീഗിന് തുടക്കമാകുന്നു. മഞ്ഞളങ്ങളിലെ മഡ് ടർഫിൽ 3 ദിവസങ്ങളിലായാണ് പ്രഥമ പ്രീമിയർ ലീഗ് നടത്തുക. ലഹരിക്ക് അടിമപ്പെടുകയും കുറ്റകൃത്യങ്ങളിലൂടെ വഴിതെറ്റുകയും ചെയ്യുന്ന യുവതലമുറയെ ശരിയായ ദിശയിൽ നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓങ്ങല്ലൂരിൽ കായികരംഗം സജീവമാക്കാൻ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായാണ് പ്രദേശത്തെ കായിക താരങ്ങളെ ഉൾക്കൊള്ളിച്ച് ഓങ്ങല്ലൂരിൽ പ്രീമിയർ ഫുട്ബോൾ ലീഗ് സംഘടിപ്പിക്കുന്നത്. ഓങ്ങല്ലൂർ അൽ ഹിലാൽ സ്പോർട്ടിംഗ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താനും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ടെന്ന് ക്ലബ്ബ് ഭാരവാഹി കബീർ പറഞ്ഞു. നമ്മുടെ ഓങ്ങല്ലൂർ പഞ്ചായത്തില് ആദ്യമായിട്ട് അൽ ഹിലാൽ സ്പോർട്ടിംഗ് ക്ലബ്ബ് നടത്തുന്ന ഓങ്ങല്ലൂർ പ്രീമിയർ ലീഗാണ്. ഈ ഓങ്ങല്ലൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞാൽ 160 പ്ലേയേഴ്സിനെ രജിസ്റ്റർ ചെയ്തിട്ട് 16 ക്ലബ്ബ് ഉൾപ്പെടുന്ന ഒരു കളിയാണ്. ഇത് ഓങ്ങല്ലൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ എല്ലാ പ്ലേയേഴ്സിനും ഉൾപ്പെടുത്തിയിട്ട് അൽ ഹിലാൽ സ്പോർട്ടിംഗ് ക്ലബ്ബ് നടത്തുന്ന പരിപാടിയാണ് മഞ്ഞളങ്ങ മെഡ് ടർഫിൽ വെച്ചിട്ടാണ് അത് ഈ വരുന്ന 27, 28, 29 ദിനങ്ങളിലാണ് നടക്കുന്നത്. അത് ഇതിന്റെ ഇതിന് കളി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ അജണ്ട എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ബാക്കിൽ ചാരിറ്റി പരിപാടി നടത്തുന്നുണ്ട്. അപ്പൊ അതിന് മുന്നോട്ട് പോയിട്ട് അതിനുള്ള ഫണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ ഈ പരിപാടി ഉൾപ്പെടുത്തി വരുന്നത്. ആദ്യ സീസണിൽ 16 ടീമുകളിലായി 160ഓളം കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. ഇതിന്റെ ഭാഗമായി കാരക്കാട് താരലേലം സംഘടിപ്പിച്ചു. 27, 28, 29 തീയതികളിലായി മഞ്ഞളങ്ങലിലുള്ള മഡ് ടർഫിലാണ് കാൽപന്ത് കളി മത്സരം നടക്കുക. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനത്തിന്റെ ഭാഗമായി കല്ലേക്കാട് VMUP സ്കൂളിൽ ബിഗ് ബാനർ നിർമ്മിച്ചു. പ്രധാനാധ്യാപിക KM നയന ഉദ്ഘാടനം ചെയ്തു. അറബി ഭാഷയുടെ മഹത്വവും സംഭാവനകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ബിഗ് ബാനറിന്റെ നിർമ്മാണം. ചടങ്ങിൽ PTA പ്രസിഡന്റ് ഷഫീഖ് അധ്യക്ഷത വഹിച്ചു. അറബി അധ്യാപകൻ MK ഷെയ്ഫുള്ള മാസ്റ്റർ ബാനറിനെ കുറിച്ച് വിശദീകരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി R സത്യൻ മാസ്റ്റർ, SRG കൺവീനർ KM ശുഭ ടീച്ചർ, KC രൂപ ടീച്ചർ, KC ബ്രിജിലി ടീച്ചർ, വൈശാഖ് മാസ്റ്റർ, വിഷ്ണു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. 100ാം വാർഷികം ആഘോഷിക്കുന്ന പിരായിരി ഗവൺമെന്റ് LP സ്കൂളിൽ അമ്മമാർക്കായി ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. അമ്മ രുചിയേറ്റ് 2024 വാർഡ് മെമ്പർ വിനീത ഉദ്ഘാടനം ചെയ്തു. 100ാം വാർഷികം ആഘോഷിക്കുന്ന പിരായിരി ഗവൺമെന്റ് LP സ്കൂൾ 100 ദിന പരിപാടികളുടെ ഭാഗമായാണ് അമ്മമാർക്കായി ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. അമ്മ രുചി അറ്റ് 2024 വാർഡ് മെമ്പർ വിനീത ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സീതാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി മുബാറക് മാസ്റ്റർ, ഇന്ദിര, സിന്ധു, ഹിമ, സബീന, ഡാനിയൽ, ബിന്ദു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പത്തിരിപ്പാല ദാറുൽ അബ്രാർ അഗതി മന്ദിരത്തിലെ 2 യുവതികൾ ഞായറാഴ്ച വിവാഹിതരായി. സ്ഥാപനത്തിൽ നടക്കുന്ന 14ാമത്തെ വിവാഹ കർമ്മത്തിനാണ് അഗതി മന്ദിരം സാക്ഷ്യം വഹിച്ചത്. അഗതി മന്ദിരത്തിൽ താമസിച്ച് പഠിച്ചു വളർന്ന 2 യുവതികൾക്ക് കൂടി ജീവിതപാതയൊരുക്കുകയാണ് പത്തിരിപ്പാല നഗരിപ്പുറത്ത് പ്രവർത്തിച്ചു വരുന്ന ദാറുൽ അബ്രാർ
അനാഥ അഗതി മന്ദിരം. പത്തിരിപ്പാല സ്വദേശി സബീനയും മണ്ണൂർ കോട്ടക്കുന്ന് സ്വദേശി ഷെയ്ഫുദ്ദീനും മഞ്ചാടി സ്വദേശി റാഷിനയും ഇതേ പ്രദേശത്തുകാരനായ ഷെരീഫുമാണ് വിവാഹിതരായത്. SYS സംസ്ഥാന ഉപാധ്യക്ഷൻ PK ഇമ്പിച്ചിക്കോയ തങ്ങൾ പഴയലക്കിടി വിവാഹകർമ്മത്തിന് നേതൃത്വം നൽകി. V എസിക്കുട്ടിയാജി ആമുഖ പ്രഭാഷണം നടത്തി. ഇമ്പിച്ചിക്കോയ തങ്ങൾ പ്രാർത്ഥന ചൊല്ലി. ജനറൽ സെക്രട്ടറി V എസിക്കുട്ടിയാജി, AK ഹംസ ഹാജി, CM അബ്ദുൾ ബഷീർ ഹാജി, പത്തിരപ്പാല PV സയ്യിദ് ഹാജി, സുലൈമാൻ ദാരിമി കോണിക്കഴി, AVM ബഷീർ, ജാബിർ ഫൈസി, KV ഷറഫുദ്ദീൻ, മുഹമ്മദ് ഹാജി ചാവക്കാട്, PA ഷൗക്കത്ത് അലി, PK മുത്തലീബ് മൗലവി, ഷരീഫ് മണ്ണൂർ, ഹംസ ലത്തീഫി, അസൻകുട്ടി, PM യൂസഫ്, മുനീർ, ഇസ്മായിൽ, മൊയ്തുപ്പ മുസ്ലിയാർ, കുഞ്ഞിബാബ തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ മഹല്ല് ഭാരവാഹികൾ, രക്ഷിതാക്കൾ, മഹല്ല് സംഘടനാ നേതാക്കൾ, പരിസരവാസികൾ എന്നിവരും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാടാനംകുറിശി ശ്രീ വാസുദേവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഋഗ്വേദ മുറജപവും ലക്ഷാർച്ചനയും നടന്നു. തന്ത്രി കരയന്നൂർ ഭവത്രാതൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രത്തിലെ ചൈതന്യവർദ്ധനവിനു വേണ്ടിയാണ് പ്രധാനമായും ഋഗ്വേദ മുറജപവും ലക്ഷാർച്ചനയും 4 ദിവസങ്ങളിലായി നടത്തിയത്. എല്ലാ ദിവസങ്ങളിലും നിറമാല ദർശനം, ഗണപതി ഹോമം, മുറജപം, ലക്ഷാർച്ചന, ഉഷപൂജ എന്നിവയുണ്ടായി. ക്ഷേത്രം തന്ത്രി കരിയന്നൂർ ഭവത്രാതൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഞായറാഴ്ച ഉച്ചയോടെയാണ് 4 ദിവസത്തെ ലക്ഷാർച്ചനയ്ക്ക് സമാപനമായത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ ഡിസംബർ 15 ആരംഭിച്ച ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനം. ഞായറാഴ്ച അവഭൃത സ്നാനത്തോടെയാണ് യജ്ഞം സമാപിച്ചത്. യജ്ഞത്തിൽ പയ്യന്നൂർ പുതിയിലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയായിരുന്നു ആചാര്യൻ. ബ്രഹ്മശ്രീ ബാലകൃഷ്ണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരായി. ഇക്കഴിഞ്ഞ 15 ആരംഭിച്ച യജ്ഞത്തിന് ഞായറാഴ്ച അവഭൃത സ്നാനം, ഭാഗവത സമർപ്പണം, ആരതി, യജ്ഞപ്രസാദ വിതരണം എന്നിവയോടെയാണ് സമാപനമായത്. സമാപന ദിനത്തിൽ ഉദ്ധവോപദേശം, ശ്രീകൃഷ്ണ പരംധാമഗമനം, പരീക്ഷിത് മുക്തി, മാർക്കണ്ഡേയ ചരിതം എന്നിവയ്ക്ക് ശേഷം ഭാഗവത സംഗ്രഹം നടന്നു. നിരവധി ഭക്തജനങ്ങൾ യജ്ഞത്തിൽ പങ്കെടുത്തു. ഇരട്ടമ്പലം ശ്രീമദ് ഭാഗവത സപ്താഹ സമിതിയുടെയും ഇരട്ടമ്പലം ശിവക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ഇരട്ടമ്പലം മാതൃസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് യജ്ഞം നടത്തിയത്. യജ്ഞത്തോടനുബന്ധിച്ച് പ്രസാദകൂട്ടുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണയംകുളം ചോറോട്ടൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ നിറമാല ഉത്സവത്തോടനുബന്ധിച്ച് ഹരേ കൃഷ്ണ ഭജൻസിന്റെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഞായറാഴ്ച രാവിലെ ഭദ്രദീപം കൊളുത്തിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം രാധ ടീച്ചർ, സുന്ദരി പത്തായത്തിൽ, ഗുരുസ്വാമി, ശോഭ, മാധവി തൃക്കങ്ങോട് എന്നിവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച വിഷ്ണു സഹസ്രനാമജപം, ജ്ഞാനപാന, വിഷ്ണുസ്തുതി എന്നിവയുണ്ടായി. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണോ മക്കളായി, മിത്രങ്ങൾ നമുക്കെത്ര ശിവ ശിവ, വിഷ്ണുഭക്തന്മാരില്ലേ ഭുവനത്തിൽ. ക്ഷേത്രത്തിൽ പ്രഭാത ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സോപാന സംഗീതം, സംഗീത കച്ചേരി, കുട്ടികളുടെ വിഷ്ണു സഹസ്രനാമ പാരായണം, തിരുവാതിരക്കളി തുടങ്ങി വിവിധ പരിപാടികൾ ഉണ്ടാകുമെന്ന് ഹരേകൃഷ്ണ ഭജൻസ് അറിയിച്ചു. ഹരേകൃഷ്ണ ഭജൻസ് ചെയർമാൻ മനുചന്ദ്രൻ, ട്രഷറർ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാങ്കുറിശി മാരിയമ്മൻ കോവിലിന് സമീപം നടത്തിവരുന്ന 48ാമത് അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി. 2 ദിവസങ്ങളിലായാണ് വിവിധ ആഘോഷ പരിപാടികൾ നടന്നത്. നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ
വീണ്ടും. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത് ദുരന്തബാധിതരുടെ കരട് ലിസ്റ്റ് മാത്രം. ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടവരെ ഉൾപ്പെടുത്തുമെന്നും തള്ളിക്കളയേണ്ടവരെ തള്ളുമെന്നും മന്ത്രി. കോട്ടായിൽ ഗുണ്ടാശൈലിയിൽ വീടുകയറി ആക്രമണം നടത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 10ഓളം പേർക്കായി തിരച്ചിൽ. അക്രമികൾ സഞ്ചരിച്ച വാഹനവും വാഹന ഉടമയെയും കോട്ടായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കർഷക ജനവിരുദ്ധ നിർദ്ദേശങ്ങളടങ്ങിയ നിർദ്ദിഷ്ട വന നിയമ ഭേദഗതി ബിൽ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാട്. ബില്ലിന് രൂപം നൽകേണ്ടത് സമഗ്ര ചർച്ചയ്ക്ക് ശേഷം. വന നിയമ ഭേദഗതി ബില്ലിനെതിരെ ഒലവക്കോട് വനം വകുപ്പ് ഡിവിഷണൽ ഓഫീസിലേക്ക് കേരള കോൺഗ്രസ് മാറും. ബാങ്കുകളിലെ ദിവസവേതനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന് ബാങ്ക് ടെമ്പററി എംപ്ലോയീസ് ഫെഡറേഷൻ. പാലക്കാട്ട് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം. വനിതാ ജീവനക്കാരോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നും സമ്മേളനത്തിൽ പ്രമേയം. പഴയന്നൂരിൽ ഹോട്ടലിൽ വൻ തീപിടുത്തം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാധന സാമഗ്രികൾ കത്തിനശിച്ചു. കുന്നംകുളത്തും ഹോട്ടലിൽ അഗ്നിബാധ. ഹോട്ടലിന് മുകളിലെ ഷീറ്റ് തകർന്നു. ആളപായമില്ല. ആനക്കരയിൽ കൃഷിക്ക് ഭീഷണിയായി കാട്ടുപന്നികളുടെ വിളയാട്ടം. ഏക്കർ കണക്കിന് നെൽകൃഷി പന്നികൾ നശിപ്പിച്ചതായി കർഷകർ. കൃഷിവകുപ്പും ഗ്രാമപഞ്ചായത്തും ഒരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ പലരും കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങും. ആലത്തൂർ താലൂക്ക് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ 294 പരാതികൾ തീർപ്പാക്കി. ആകെ ലഭിച്ചത് 891 പരാതികൾ. 159 പരാതികൾ അദാലത്തിൽ പരിഗണിക്കേണ്ടതല്ലാത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതെന്ന് അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.